നോർത്ത് ചെന്നൈയിലെ പെരമ്പൂരിലുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ് നമ്മൾ. നടനും രാഷ്ട്രീയക്കാരനുമായ ജോസഫ് വിജയ് മത്സരിക്കുന്ന 2 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണിത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ പോലീസുകാരും അതുപോലെ ജനങ്ങളും വളരെ വലിയ തോതിൽ വന്നെത്തുന്ന ഒരു വലിയ ചലനം തന്നെയുണ്ട്. ഇത് തീർച്ചയായും ചെന്നൈയിലെ വേനൽ ചൂടാണ്, അത് വളരെ മോശവുമാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇവരാണ് മത്സരാർത്ഥികൾ. തീർച്ചയായും ശേഖർ ഇവിടുത്തെ DMK സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഒരു അതികായൻ തന്നെയാണ്. നാം തമിഴർ കക്ഷി, BSP, മറ്റെല്ലാ പാർട്ടികളും ഉണ്ട്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന പേര് ഈ പേരായിരിക്കും. തമിഴക വെട്രി കഴകത്തിന്റെ ജോസഫ് വിജയ്, അതിന്റെ പ്രസിഡന്റ്. ഒരു പുതുമുഖ രാഷ്ട്രീയക്കാരനും അതുപോലെ MLA സീറ്റിലേക്കുള്ള ഒരു പുതുമുഖ മത്സരാർത്ഥി. തീർച്ചയായും ഇവിടെ PMKയുടെ തിലകനുമുണ്ട്. എന്നാൽ രസകരമാകാൻ പോകുന്നത് ഒന്ന്, വിജയിയെ സഹായിക്കാൻ പോകുന്നത് യുവജനങ്ങളുടെ വോട്ടും സ്ത്രീകളുടെ വോട്ടുമാണോ അതോ ഇതിലേക്ക് സംഭാവന നൽകുന്ന മറ്റ് വിഭാഗങ്ങളുമുണ്ടോ എന്നതാണ്. പറയപ്പെടുന്ന ഒരു സ്ഥിതിവിവര കണക്കിതാണ്. ഏകദേശം 15 ലക്ഷം കന്നി വോട്ടർമാരുണ്ട്. കൂടാതെ 30 വയസ്സിൽ താഴെയുള്ള ഏകദേശം 1 കോടി പേരുണ്ട്. 40 വയസ്സിൽ താഴെ പ്രായമുള്ള മറ്റൊരു 1 കോടി, 50 വയസ്സിൽ താഴെയുള്ള മറ്റൊരു 1 കോടി. ഈ വിഭാഗത്തിലാണ് വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം തങ്ങളുടെ സ്വാധീനം ചെലുത്താൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒന്നിലധികം സിദ്ധാന്തങ്ങൾ. എനിക്ക് നിങ്ങളോട് തീർച്ചയായും സംസാരിക്കാൻ കഴിയുന്ന 3 സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹം 10% വോട്ട് വിഹിതത്തിനപ്പുറം, 15% വോട്ട് വിഹിതത്തിനപ്പുറം, 20% വോട്ട് വിഹിതത്തിനപ്പുറം, 25% വോട്ട് വിഹിതത്തിനപ്പുറം, 30% വോട്ട് വിഹിതത്തിനപ്പുറം എത്തുമോ എന്നും മറ്റ് പാർട്ടികളുടെ ഫലങ്ങളുടെ കാര്യത്തിൽ ആ സാഹചര്യങ്ങൾ എങ്ങനെ വികസിക്കും എന്നും തീർച്ചയായും ആളുകൾ സംസാരിക്കുന്നുണ്ട്. 30-35% അതിന് മുകളിലും ലഭിക്കുന്നത് തീർച്ചയായും തമിഴക വെട്രി കഴകം സുരക്ഷിതമായ നിലയിലായിരിക്കുന്ന ഒരു സാഹചര്യം നൽകണം. പക്ഷേ ആ സാഹചര്യം സങ്കീർണവും അതുപോലെ പ്രയാസമേറിയതായും കാണപ്പെടുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന 3 വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. അത് ചരിത്രപരമായ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് മുൻ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ 2009 തിരഞ്ഞെടുപ്പ് പോലെയാകുമോ? അവിടെ ചിരഞ്ജീവിയുടെ പാർട്ടി വാസ്തവത്തിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളിൽ അത്തരമൊരു പിളർപ്പ് സൃഷ്ടിച്ചു. ഇത് കോൺഗ്രസിന്റെ YS ജഗൻമോഹൻ റെഡ്ഡി കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിലേക്ക് നയിച്ചു. എന്നാൽ 2008 പാർട്ടിയുടെ ലോഞ്ചിനും തുടർന്നുണ്ടായ അദ്ദേഹത്തിന്റെ പല പൊതുയോഗങ്ങളിലും നമ്മൾ കണ്ടതരം ജനക്കൂട്ടത്തെ കണ്ടതിനു ശേഷവും ചിരഞ്ജീവിയുടെ പാർട്ടിയായ പ്രജാരാജ്യം പാർട്ടി തീർച്ചയായും അത് ചെയ്യുകയായിരുന്നു. സംസാരിക്കപ്പെടുന്ന മറ്റൊരു സാഹചര്യം 1977 MGRന്റേത് പോലെ തീർച്ചയായും ഈ കേസിൽ MGRന് രാഷ്ട്രീയ പരിചയസമ്പത്ത് ഉണ്ടായിരുന്നു. 1977 ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പരിചയസമ്പന്നനായിരുന്നു. പക്ഷേ അതെ, MGRന്റെ കീഴിലുള്ള AIADMK അത് വിജയത്തിലെത്തിക്കാൻ സാധിച്ചു. വിജയിന്റെ അനുയായികൾ അദ്ദേഹം ഒരു 1977 ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ഒരു സാഹചര്യം 2006 പോലെയാകാം. അവിടെ വാസ്തവത്തിൽ പ്രതിപക്ഷ പാർട്ടി അധികാരത്തിൽ വന്നു, പക്ഷേ മറ്റ് പാർട്ടികളുടെ പിന്തുണയോടെ. തീർച്ചയായും ഈ കേസിൽ DMK അല്ലെങ്കിൽ ADMK ആയിരിക്കാം പൂർണ്ണ ഭൂരിപക്ഷമില്ലാതെ അധികാരത്തിൽ വരുന്നത്, അതായത് മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ മാത്രം. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും TVK ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകളിലെ പിളർപ്പ് കാരണമാണ് അത്. ചില മണ്ഡലങ്ങളിൽ അവർ DMKയെ ദോഷകരമായി ബാധിക്കും, മറ്റു ചിലതിൽ ADMKയും. പക്ഷേ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിൽക്കുന്നത്. പക്ഷെ തീർച്ചയായും TVK യുവാക്കളുടെ വോട്ടിലും അതുപോലെ സ്ത്രീകളുടെ വോട്ടിലുമാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ വോട്ട് ഏറ്റവും ഉയർന്ന ഒന്നാണ് എണ്ണത്തിന്റെ കാര്യത്തിൽ. പുരുഷ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ എന്ന നിലയിൽ. കേരളത്തിന് ശേഷം തമിഴ്നാടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കണക്കുകൾ കാണിക്കുന്നത്. അതായത് ആകെ വോട്ടിൽ നിങ്ങൾക്കറിയാമോ 2.9 കോടി പേർ തമിഴ്നാട്ടിലെ സ്ത്രീ വോട്ടർമാരാണെന്ന് പറയപ്പെടുന്നു. തീർച്ചയായും കഴിഞ്ഞ 6 നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിൽ ചെന്നൈ ഇത്രയധികം ആവേശം കാണിച്ചിരുന്നില്ല. എന്നാൽ സംസ്ഥാനത്ത് മൊത്തത്തിൽ 70 മുതൽ 78% വരെ നേടാൻ അവർക്ക് കഴിഞ്ഞു. ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് SIR കാരണം മാത്രമല്ല, വോട്ടർമാരുടെ ആവേശം കൊണ്ടുകൂടിയാണ്.